ഇന്ന് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയോട് വിട പറയുകയാണ്. നമ്മൾ എത്തിയിട്ടുള്ളത് ടാൻസന എയർപോർട്ടിലാണ്. ഇവിടെ ടെർമിനൽ 1-ൽ നിന്നും നമ്മൾ ധനാങ്ങിലേക്ക് യാത്രയാകും. അപ്പോൾ വിയറ്റ്നാം നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു രാജ്യമല്ല. ഞങ്ങൾ ഈ ഒരു ഷോർട്ട് ട്രിപ്പിൻ്റെ ഇടയിൽ തന്നെ ഏകദേശം 2 ഡൊമസ്റ്റിക് ഫ്ലൈറ്റോളം നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ പുറത്തേക്കാളും കൂടുതൽ റേറ്റ് ആയിരിക്കും എയർപോർട്ടിൽ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ വന്നിട്ടൊന്നും കഴിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എയർപോർട്ടിൽ പുറത്തെ റെസ്റ്റോറൻറ്റ്സിനേക്കാളും റേറ്റ് കുറവാണ് എയർപോർട്ടിനകത്ത് ഫുഡിൻ്റെ റേറ്റ്. പക്ഷേ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു. ഞാൻ സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ സ്ട്രീറ്റ് ഫുഡ് അധികം കഴിക്കാറുണ്ട്. കാരണം മിക്കപ്പോഴും കഴിക്കുമ്പോൾ എന്തെങ്കിലും ഡൈജഷൻ ബ്ലോട്ടിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും. പക്ഷേ 2 ദിവസമായിട്ട് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഇവർ നമ്മൾ ചിക്കനൊക്കെ അധികം മസാല സ്പൈസസ് ഒന്നും ചേർക്കാതെയാണ് നമുക്ക് അങ്ങനെ ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റൊമക്കിന് കുറച്ചുകൂടി ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ സ്പൈസും കുറേയധികം സ്പൈസസും മസാലയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലും നമ്മളതിനെ നമ്മുടെ സ്റ്റൊമക്കിനെ അത് അപ്സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ ഇവിടുന്ന് ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ ഒന്നും ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ചെക്കിൻ ബാഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഈസി ആയിരുന്നു. വിയറ്റ് ജെറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓൺ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. പറന്ന് ധനാങ്ങിൻ്റെ നീലാകാശത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. താഴെ കാണുന്ന ദൃശ്യങ്ങളുടെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് ഹിൽസും ഹിൽ സ്റ്റേഷൻസും ധനാങ്ങിലുണ്ട്. ഹിൽസാൽ ചുറ്റപ്പെട്ട ഒരു നഗരം കൂടിയാണ് ധനാങ്. അപ്പോൾ ഇന്നലെ നമ്മുടെ ട്രാവൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു ജർമ്മൻ സുഹൃത്തിനോട് നമ്മൾ അടുത്തതായിട്ട് ധനാങ്ങിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ധനാങ് ഇസ് എ സ്മോൾ സിറ്റി ബട്ട് എ മില്യൺ ഹാപ്പിനെസ് എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തോന്നി. വിയറ്റ്നാമിൽ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നഗരമാണ് ധനാങ്. അതിൻ്റെ ആകാശ ദൃശ്യം തന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ അത് മാത്രമായിട്ട് ഒരു റീൽ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വിയറ്റ്നാമിൽ തന്നെ മോസ്റ്റ് ലിവബിൾ വൈബുള്ളൊരു സിറ്റി കൂടിയാണ് ധനാങ്. ഒരുപാട് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉള്ളൊരു നഗരം കൂടിയാണ് ധനാങ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടൽ ഭീമന്മാരുടെ ഹോട്ടലുകളും കസിനുകളും ഒക്കെ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്. ഇവിടുത്തെ സ്വദേശികൾക്ക് ഗവൺമെൻറ് പോളിസി അനുസരിച്ച് ചൂതാട്ടം നടത്താൻ പറ്റില്ല. പക്ഷേ വിദേശികൾക്ക് തീർച്ചയായും സാധിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധനാങ്ങിലേക്ക് മാത്രമായിട്ട് ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യാം. അപ്പോൾ വിയറ്റ്നാമിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകം കൂടിയാണ് ഈ നഗരം. ഇതിനെ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഹബ്ബായിട്ടും അതുപോലെ തന്നെ ഒരു പ്ലാൻഡ് സ്മാർട്ട് സിറ്റിയൊക്കെ ആയിട്ട് അവർ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ ധനാങ് സിറ്റിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.